അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ, ഇവ ഉൾപ്പെടെയുള്ള പ്രഭാഷണങ്ങളും വയലുകളും ഉപദേശങ്ങളും നാം നിരവധി കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫദക്കിർ ഫൈന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക. എന്താ ഓർമ്മിപ്പിക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച്, ഭൗതിക ജീവിതത്തെക്കുറിച്ച്, അള്ളാഹു നൽകിയ താക്കീതുകളെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് എല്ലാം അവരെ ഓർമ്മിപ്പിക്കണം. ഫൈന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിശ്ചയം നിങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ അത് സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യും. വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ. നാം വയലുകൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻ്റ് ചെയ്യാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ആയത്തുകളെക്കുറിച്ചും അവൻ്റെ റസൂലിനെ കുറിച്ചുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. വളരെ ഗൗരവമുള്ള വചനമാണത്. ഇപ്പോൾ ഖബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും വളരെ ലാഘവത്തോടെയാണ് അത് കാണുന്നത്. നമ്മൾ എങ്ങനെയാണ് മരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക?
ഖബറിൽ എങ്ങനെയാ ചോദ്യം ഉണ്ടാവുക? ഖബറിൽ എങ്ങനെയാ പ്രയാസം ഉണ്ടാവുക? മരണം എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കല്ലേ? ഉറങ്ങി അങ്ങ് പോയാൽ പിന്നെ എന്താ? പിന്നെ ഉണ്ടെങ്കിൽ ഖബറിൽ ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മഹ്ശറ എന്നൊക്കെയാണ് പലരും പരിഹാസ്യപൂർവം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഒറ്റ ഒന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത് ഒരു സ്വാർത്ഥ താല്പര്യത്തിനോ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനോ വേണ്ടിയല്ല നമുക്ക് പഠിച്ചറിഞ്ഞ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമ്മളാരും ലോകത്തിൽ പൂർണ്ണമായ അറിവുള്ള ആളല്ല. ഒരാൾക്കും കാര്യമായ അറിവുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവൻ്റെ മേലെയും മറ്റൊരു അറിവുള്ളവനുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മരണമായാലും അതിൻ്റെ ശേഷമുള്ള ജീവിതമായാലും മനുഷ്യർക്ക് കാര്യമായ വിവരങ്ങളൊന്നും ഇല്ല. എങ്ങനെയില്ല? മരിച്ചവരാരും തിരിച്ചു വന്നുകൊണ്ട് മരണം ഇങ്ങനെയാണ്, മരണത്തിന് വേദനയുണ്ട്, അല്ലെങ്കിൽ വളരെ സുഖമുള്ളൊരു ഉറക്കാണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുപോലെ ഖബറിൽ കിടന്ന ഒരാളും എഴുന്നേറ്റ് വന്നുകൊണ്ട് അവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാണ്, സുഖമാണ്, മണ്ണിൻ്റെ അടിയിൽ മണ്ണിൻ്റെ മുകളിലേക്കാൾ സുഖമാണ് എന്നൊന്നും പറഞ്ഞ അറിവൊന്നും നമ്മുടെ മുന്നിലില്ല. നമുക്കതേക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവൻ്റെ റസൂലും അവിടുത്തെ സഹാബത്തും ശേഷം വന്ന പണ്ഡിതന്മാരും നൽകിയ വിവരങ്ങളും വിശദീകരണങ്ങളും മാത്രമാണ്. അക്കാര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? കാരണം റസൂല് ഉമ്മിയാണ്, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത റസൂല് മക്കയിൽ സ്വന്തം നാട്ടുകാരുടെ ഇടയിൽ ജീവിച്ചപ്പോൾ അൽ അമീൻ എന്ന് പേരെടുത്ത ആളാണ്. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിശ്വസ്തനാണ്, ആരോടും ഒരു നുണ ഭൗതികതയുടെ കാര്യത്തിൽ പറയാത്ത ഒരു മനുഷ്യൻ പരലോകത്തിൻ്റെ കാര്യത്തിൽ പറയുകയില്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. ഖബറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരുപാട് തവണ നമ്മൾ ഹദീസുകൾ കേട്ടതാണ്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറ് കണ്ടാൽ പൊട്ടിക്കരിയുമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബറ് എന്ന് പറയുന്നത് പരലോക ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ്. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പിന്നീടുള്ളതെല്ലാം എളുപ്പമാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് താൻ കേട്ടത് കൊണ്ടാണ് താൻ ഇങ്ങനെ കരയുന്നത് എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫാത്തിമ ബീവിയെ ഖബറടക്കാൻ കൊണ്ടുപോയ സമയത്ത് ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, ഖബറേ, ഇത് ആരാണെന്ന് നിനക്കറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയാണ്. ഫാത്തിമയോട് നീ മൃദുത്വം കാണിക്കണം, കുറച്ച് ബഹുമാനം കൊടുക്കണം, ആദരവ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു അശരീരി കേട്ടു. ഇവിടെ കുടുംബ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികൾക്കോ യാതൊരു പരിഗണനയുമില്ല. അള്ളാഹുവിൽ തഖ്വയുമായി ആര് വന്നോ അവർക്ക് സ്വാഗതമെന്ന്. ഇതെല്ലാം ഹദീസിൻ്റെ കിതാബുകളിൽ വിശദമായി പറഞ്ഞ കാര്യമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു, അള്ളാഹുവേ, നീ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്നത് അവൻ്റെ മാംസത്തിൽ നിന്നും ഞരമ്പുകളിൽ നിന്നും എല്ലുകളിൽ നിന്നും പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മരണസമയത്ത്
ഈ എന്നെ സഹായിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതെല്ലാം പ്രമുഖമായ ഹദീസിൻ്റെ കിതാബുകളിൽ വന്ന സംഭവമാണ്. അതുപോലെ തന്നെ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ വിശദമായി പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്ത് സൂചന നൽകുന്നത് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവരെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തും. ഖബറിൽ മലക്കുകൾ എന്താണ് ചോദിക്കുക എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ പറയുന്നത് മൻ റബ്ബുക, നിന്റെ രക്ഷിതാവ് ആരാണ്? വമൻ നബിയുക, നിന്റെ നബി ആരാണ്? വമാ ദീനുക, നിന്റെ മതം ഏതാണ്? നിന്റെ കിബില ഏതാണ്? നിന്റെ സഹോദരന്മാരാരാണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ നിന്ന് യഥാർത്ഥ വിശ്വാസി സത്യപൂർവം നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവനോട് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്നവൻ പറയും. വമൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവൻ പറയും. വമാ കിബിലത്തുക എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കിബില കഅബയാണ് എന്നവൻ പറയും. വമാ ഇമാമുക എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇമാമ് ഖുർആനാണ് എന്ന് പറയും. നിന്റെ സഹോദരന്മാർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വൽ മുഅ്മിനൂന ഇഖ്വാനി, സത്യവിശ്വാസികൾ എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയും. അത് പറയണമെങ്കിൽ അള്ളാഹു അവനെ സ്ഥിരപ്പെടുത്തണം, അവനെ ഉറപ്പിച്ച് നിർത്തണം. അതിനു വേണ്ടിയാണ് നമ്മൾ തസ്ബീഹൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് എന്നാണ് ഹദീസിൻ്റെ കിതാബുകളെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രമുഖ തഫ്സീറുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിവരമുള്ളവർ പറഞ്ഞു തന്നത്. ആരാ ഈ വിവരമുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീനിനെയും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അത്രമാത്രം സൂക്ഷിച്ച് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ. അല്ലാതെ ഇക്കാലത്തെ ഉള്ളതുപോലെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ കയറി വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന രൂപത്തിൽ ദീൻ പ്രചാരം നടത്തുന്നവരല്ല. സാമ്പത്തിക ലക്ഷ്യം മോഹിച്ച് ഭൗതിക താല്പര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് മതപ്രഭാഷണത്തിന് വരുന്നവരായിരുന്നില്ല അവർ. മുഖ്യമായും നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ ഉപയോഗിക്കുന്ന കിതാബുകൾ എടുത്തു നോക്കിയാൽ പൊന്നാനി സൈനുദ്ദീൻ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ കിതാബുകൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്നു. അതിൻ്റെ റോയൽറ്റി ഒന്നും ആർക്കും കിട്ടുന്നില്ല. ഇപ്പം ഞാനോ നിങ്ങളോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും അല്പവിവരമുള്ളവർ ഒരു പുസ്തകം എഴുതിയാൽ അത് ഏതെങ്കിലും പ്രസ്സുകാർ പ്രിൻറ്റിനെടുത്താൽ നമുക്ക് ആ പുസ്തകത്തിൻ്റെ റോയൽറ്റി വേണം. അത് ചിലവാകുന്നതിനനുസരിച്ച് അതിൻ്റെ അടിയിലുണ്ടാവും കോപ്പി റൈറ്റ് റിസീവ്ഡ്. ഇതാണ് നമ്മുടെ രീതി. പക്ഷേ പണ്ടുള്ള മഹത്തുക്കൾ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ നമുക്കിതിൽ തരമില്ല. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും ദീനിനെയും നമ്മൾ പരിഹസിക്കരുത്. സത്യമാണ്, നമ്മൾ മരിച്ചു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കിട്ടിയ വിവരം ഷെയർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഒരു ഉത്ബോധനം നടത്തുക എന്നത് മാത്രമേ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്നോ പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ട് അവരുടെ ആശയം ഇങ്ങനെയാണ്, നമ്മുടെ ആശയം അവരെക്കാൾ കൂടുതലാണ് എന്ന രൂപത്തിൽ തർക്കിച്ച് കളയാൻ അതാത് സംഘടനകളുടെ പണ്ഡിതന്മാർ തന്നെയുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പഠിച്ച അറിവുകൾ ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ആരെങ്കിലും സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ അവർ ചെയ്യുന്ന അമലിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് യാതൊരു കുറവും ചെയ്യാതെ അള്ളാഹു ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇനി അത് ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ, നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തിയോട് 100 തവണ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കും എന്നത് വ്യക്തമായ തെളിവുള്ള കാര്യമാണ്.
അതുകൊണ്ട് നമുക്ക് സ്വമേധയാ മാറ്റം വരാൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ധന്യരായി. അത് ശ്രദ്ധിച്ച് വേണം നമ്മുടെ വീഡിയോകൾ കാണാൻ. അല്ലാതെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലും നമ്മൾ കാണുന്ന സാധാരണ കുറുക്ക് വിദ്യകളുണ്ട്. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയാണ് ഇന്ന് ദീൻ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.